ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളൊരു കിട്ടിലും വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഒന്നുമല്ല, നമ്മൾ ഓണം സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനിയുള്ള നാളുകളെന്ന് പറയുമ്പോൾ നമുക്ക് സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും നാളുകളാണല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു കൊറോണ ടൈമിൽ എല്ലാവരും വീട്ടിലിരിക്കുന്ന സമയമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിനി എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു 10 ദിവസം നമ്മൾ പൂക്കൾ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പോകും അല്ലേ. അപ്പോൾ ഞങ്ങളിവിടെ നാട്ടിലൊക്കെ സാധാരണ നമ്മൾ പൂക്കളൊക്കെ പൊട്ടിച്ചിട്ടാണ് ചെയ്യാറുള്ളത്. ഇപ്പോൾ പിന്നെ പൂക്കൾ ഓൾറെഡി നമ്മൾ വാങ്ങിച്ചിട്ടാണ്, പുറത്തുനിന്ന് കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ടല്ലേ ചെയ്യാറുള്ളത് അല്ലേ. പക്ഷേ എന്നാൽ പോലും നമ്മൾ ഇപ്പോൾ എല്ലാവരും ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈമിൽ നമുക്കൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും ഒന്ന് പുറത്തൊക്കെ പോയിട്ട് പൂക്കളൊക്കെ ഒന്ന് പൊട്ടിക്കുക എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളിത് റെഡി ആയി കഴിഞ്ഞു. കാരണം ഞങ്ങൾ പൂക്കൾ പൊട്ടിക്കാൻ വേണ്ടി നാളെ ഒത്തമല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പൂക്കളം പൊട്ടിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, പൂക്കളൊക്കെ ശേഖരിക്കാൻ വേണ്ടിയിട്ട്. ഇടയ്ക്ക് നമുക്കൊരു ക്രാഫ്റ്റും കൂടെ ചെയ്താലോ അല്ലേ. പൂക്കൾ പൊട്ടിച്ച് ശേഖരിച്ച് വെക്കാൻ നമുക്ക് ഒരു പൂക്കോട്ട വേണ്ടേ. അപ്പോൾ അത് നമുക്ക് ഇനി ഷോപ്പിൽ നിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ ന്യൂസ് പേപ്പർ ഉണ്ടാവും, എല്ലാവരുടെ വീട്ടിലും ന്യൂസ് പേപ്പർ ഉണ്ടാവും അല്ലേ. ഒരുവിധം മിക്ക ആൾക്കാരുടെ വീട്ടിൽ ന്യൂസ് പേപ്പർ ഉണ്ടാവും എന്ന് എനിക്കറിയാം. അപ്പോൾ അത് മാത്രമല്ല, ഇനിയിപ്പോൾ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നമുക്ക് അടുത്ത വീട്ടിൽ നിന്നൊക്കെ നമുക്കൊന്ന് മേടിച്ച് വെക്കാം. പഴയ ന്യൂസ് പേപ്പർ അല്ലേ, അപ്പോൾ എല്ലാവരും തരും. അപ്പോൾ നമുക്ക് ഈ ന്യൂസ് പേപ്പർ വെച്ചിട്ട് നന്നായിട്ട് ഒരു അടിപൊളി പൂക്കോട്ട ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ന്യൂസ് പേപ്പർ ഞാനിവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ന്യൂസ് പേപ്പറിനെ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഈർക്കൾ ഉപയോഗിച്ചിട്ട് അതിനൊരു സ്റ്റിക്ക് രൂപത്തിൽ മാറ്റിയെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ പേപ്പർ സ്റ്റിക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഈ വീഡിയോയിൽ കാണുന്ന പോലെയുള്ള 2 റൗണ്ട് ഷേപ്പിലുള്ള പേപ്പർ കട്ടിംഗ് ആണ്. അപ്പോൾ നമുക്കത് കാർഡ്ബോർഡ് പേപ്പർ വെച്ചിട്ടാലും കുഴപ്പമില്ല, ചാർട്ട് പേപ്പർ ആയാലും കുഴപ്പമില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് വെച്ചെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റിക്കൊക്കെ ഞാനൊരു സൈഡിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം എന്നാലല്ലേ ഈ ഓർഡറിൽ എങ്ങനെ വെക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഓർഡറിൽ നമ്മൾ സ്റ്റിക്കുകളൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പുറത്ത് വെക്കാനുള്ള ആ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ആ ഒരു ഷീറ്റും കൂടെ ഉണ്ടല്ലോ, അതിൻ്റെ മുകളിലും കൂടെ നമ്മൾ ഫെവിക്കോൾ വെച്ചിട്ട് നന്നായിട്ട് ഒട്ടിച്ച് കൊടുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങളിത് ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ നിങ്ങൾ ഗ്ലൂ ഗണ്ണ് മസ്റ്റായിട്ട് ഉപയോഗിക്കുക കേട്ടോ. കാരണം അപ്പോൾ പെട്ടെന്ന് ഒട്ടി കിട്ടും. ഇത് നമുക്ക് കുറച്ച് ടൈം എടുക്കും ഒട്ടാൻ. അപ്പോൾ എന്തായാലും നമ്മൾ ഇത് നന്നാക്കിയിട്ട് ഒട്ടിച്ചിട്ട് അതിൻ്റെ മേലെ എന്ത് ചെയ്ത് കൊടുക്കാം, ഒരു വെയിറ്റ് എന്തെങ്കിലും വെച്ച് കൊടുക്കാം. കാരണം പെട്ടെന്ന് ഒട്ടി കിട്ടണ്ടേ നമുക്ക്. അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും വെയിറ്റ് നമുക്ക് മുകളിൽ വെച്ച് കൊടുക്കാം.
ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ സ്റ്റിക്കൊക്കെ ഇവിടെ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ട് കേട്ടോ. നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പ് ചെയ്യല്ലേ. അപ്പോൾ നമ്മുടെ ബാക്കി വരുന്ന ആ ഒരു സ്റ്റിക്കുകളൊക്കെ ഉണ്ടല്ലോ, പേപ്പർ സ്റ്റിക്കുകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾ ചെയ്യുക. നമ്മുടെ കൊട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ട അടിപൊളിയായിട്ടില്ലേ? നല്ല സ്ട്രോങ് ആണ് കേട്ടോ. നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ തന്നെ നന്നായിട്ട് അറിയാം, നല്ല സ്ട്രോങ് ആണ്. നമുക്ക് അങ്ങനെ പെട്ടെന്നൊന്നും കേടുവരുന്നില്ല കേട്ടോ. എന്തായാലും നമുക്ക് ഓണം കഴിയണ വരെ നമുക്ക് അടിപൊളിയായിട്ട് കൊണ്ട് നടക്കും. പേപ്പറല്ലേ എന്ന് വിചാരിച്ചിട്ട് ടെൻഷനൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ കാരണം എല്ലാവർക്കും നമുക്കത് നന്നായി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് നമ്മൾ ഈ ഒരു കൊട്ട എന്ന് പറയുന്നത്. നല്ല സ്റ്റിഫ്
സ്റ്റിഫായിട്ട് നിൽക്കുന്നുണ്ട്. അത് പേപ്പറാണെങ്കിലും അങ്ങനെ കുഴഞ്ഞെടുക്കുന്നൊന്നുമില്ല, നല്ല സ്റ്റിഫായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കതിൻ്റെ മുകളിൽ ഈ പെയിൻറ്റും ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിലൊക്കെ നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇത് ഈ ഒരു കൊട്ടയുടെ നമ്മൾ സാധാരണ നാച്ചുറൽ കളറായി നമ്മൾ എപ്പോഴും ഇങ്ങനെയല്ലേ കൊടുക്കാറ്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു കളറിന് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ കളറാണ്. അപ്പോൾ കണ്ട് നല്ല ഫിനിഷിംഗ് ഉണ്ട്. അടിയൊക്കെ ആയാലും കണ്ടില്ലേ, ആ ഒരു സ്റ്റിക്കർ വെച്ച പോലെ നമുക്ക് ആ ഒരു ഫീലിംഗ് കൂടെ ചെയ്യുന്നുണ്ട് നമുക്ക് ഇങ്ങനെ. അപ്പോൾ ഇതുപോലെ നമ്മൾ ബുക്കിൻ്റെ ഒക്കെ നമ്മൾ കവർ പേജൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ബാക്കിലേക്ക് നമ്മൾ ആ ഒരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യാനൊക്കെ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്ന പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ റെഡി ആയിട്ടോ, ഞങ്ങൾ പൂക്കൾ പൊട്ടിക്കാൻ വേണ്ടി റെഡിയായി. അപ്പോൾ ഞങ്ങളത്തെ പൂക്കളൊക്കെ പൊട്ടിച്ച് നടന്ന് ഇങ്ങനെ പൊട്ടിക്കുകയാണ്. പറമ്പിലും തൊടിയിലൊക്കെ നടന്നിട്ട് പൊട്ടിക്കുകയാണ്. കാരണം നമുക്ക് പുറത്തോട്ടൊന്നും അധികം ദൂരേക്കൊന്നും പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ പറമ്പിലൊക്കെ നടന്നിട്ട് ഇങ്ങനെ പൊട്ടിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്ന പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ എന്തായാലും അറിയിച്ചാൽ മാത്രമേ എനിക്ക് പുതിയ കിട്ടിലും വീഡിയോ ഇട്ടിട്ട് വരാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ഇട്ട് കാണുന്നവരേക്കും ബൈ, ടേക്ക് കെയർ.